പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ കേരള PSCയുടെ ഏറ്റവും പുതിയ അപ്ഡേറ്റുകളും തീരുമാനങ്ങളും PSC വാർത്തകളെക്കുറിച്ചുമാണ് നമ്മൾ ഇന്ന് വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ ഇതിൽ ആദ്യമായിട്ട് പറയുന്നത് കമ്പ്യൂട്ടർ അസിസ്റ്റൻറ്റുമാരിൽ നിന്ന് സെക്രട്ടേറിയറ്റ് അസിസ്റ്റൻ്റ് ആയിട്ട് താൽക്കാലിക നിയമനങ്ങൾ വരുന്നു എന്നാണ്. മാത്രമല്ല ഈ ഒരു താൽക്കാലിക നിയമനം വരുന്നത് കാരണം PSCയുടെ നിയമനങ്ങൾ കുറയുവാൻ ഒരുപാട് ചാൻസുകളുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ നിലവിലത്തെ സെക്രട്ടേറിയറ്റ് അസിസ്റ്റൻറ്റിൻ്റെ ലിസ്റ്റ് ഇനിയും മാസങ്ങൾ വൈകുമെന്നും ഇതിനകത്ത് പറയുന്നുണ്ട്. അപ്പോൾ എന്തൊക്കെയാണ് ഈ ഒരു വാർത്തയ്ക്കകത്ത് പറയുന്നത് നമുക്ക് നോക്കാം. പൊതുഭരണ വകുപ്പിലേക്കുള്ള കമ്പ്യൂട്ടർ അസിസ്റ്റൻറ്റുമാരെ സെക്രട്ടേറിയറ്റ് അസിസ്റ്റൻ്റ് തസ്തികയിലേക്ക് താൽക്കാലികമായി നിയോഗിക്കാൻ നമ്മുടെ സർക്കാർ തീരുമാനമായിട്ടുണ്ട്. അപ്പോൾ ഈ തസ്തികയിലേക്കുള്ള PSC നിയമനങ്ങൾ കുറയാൻ ഈ ഒരു താൽക്കാലിക നിയമനം കാരണമാവുകയും ചെയ്യും. അതുപോലെ തന്നെ നമ്മുടെ സെക്രട്ടേറിയറ്റ് അസിസ്റ്റൻറ്റിൻ്റെ റാങ്ക് ലിസ്റ്റ് നിലവിലില്ലാത്തതിൻ്റെ മറവിലാണ് ഈ ഒരു താൽക്കാലിക നിയമനം നടക്കുക. അപ്പോൾ എന്തായാലും നമ്മുടെ ലിസ്റ്റ് വരാൻ താമസിക്കുന്നതനുസരിച്ച് താൽക്കാലിക നിയമനങ്ങൾ ഉയർന്നുകൊണ്ട് തന്നെ ഇരിക്കും. നിലവിലിപ്പോൾ 44 തസ്തികകളിലേക്ക് ആൾക്കാരെ വേണം. പക്ഷേ നിലവിലെ ലിസ്റ്റുകളൊന്നും ഇല്ലാത്തതിൻ്റെ ഈ ഒരു മറവിൽ എന്ത് ചെയ്യുന്നു, കമ്പ്യൂട്ടർ അസിസ്റ്റൻറ്റുമാരിൽ നിന്ന് യോഗ്യതയുള്ളവരെ നിലവിൽ നമ്മുടെ സെക്രട്ടേറിയറ്റ് അസിസ്റ്റൻ്റ് ആയിട്ട് താൽക്കാലികമായി നിയമിക്കുന്നു അല്ലേ. അപ്പോൾ എന്തായാലും നമ്മുടെ ലിസ്റ്റ് വരുന്നത് എത്രത്തോളം താമസിക്കുമോ അത്രത്തോളം താൽക്കാലിക നിയമനങ്ങൾ ഉയർന്നുകൊണ്ട് തന്നെ ഇരിക്കും. അപ്പോൾ എന്തായാലും നമുക്ക് രണ്ടാമത്തെ വാർത്തയിലേക്ക് പോകാം. രണ്ടാമത്തെ വാർത്ത എന്ന് പറയുന്നത് സർക്കാർ ജോലിക്ക് മലയാളം നിർബന്ധമാക്കിക്കൊണ്ട് ചട്ടഭേദഗതി നിലവിൽ വന്നു എന്നാണ് കേട്ടോ. അപ്പോൾ നിലവിൽ ഈ ഒരു വാർത്തയ്ക്കകത്ത് പറയുന്നത് വേറെ ഒന്നുമല്ല, നിലവിൽ നമ്മുടെ ഡിഗ്രി അല്ലെങ്കിൽ നമ്മുടെ ബിരുദതരം വരെയോ അല്ലെങ്കിൽ 10ാം തരം വരെയോ അല്ലെങ്കിൽ 12th ക്ലാസ്സിലോ നമ്മൾ മലയാളം പഠിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ അത് നമുക്കൊരു പ്രശ്നമാണ്. കാര്യം എങ്കിൽ കേരള PSCയുടെ ഒരു പ്രത്യേക പരീക്ഷ നടക്കും. നമ്മുടെ ഭാഷാ ഇൻസ്റ്റിറ്റ്യൂട്ട് നടത്തുന്ന അല്ലെങ്കിൽ ഭാഷാ മിഷൻ നടത്തുന്ന ഒരു പ്രത്യേക പരീക്ഷയിൽ 40% മാർക്ക് വാങ്ങിച്ചാൽ മാത്രമേ എന്ത് ചെയ്യാൻ കഴിയത്തുള്ളൂ, ഇനി കേരള PSCയുടെ പരീക്ഷകൾ എഴുതാനായിട്ട് കഴിയത്തുള്ളൂ. അതുകൊണ്ട് മലയാള പഠനം കുറച്ചും കൂടി ശ്രദ്ധിക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്. കാരണം സർക്കാർ ജോലി വേണമെന്നുണ്ടെങ്കിൽ മലയാളം നിർബന്ധമാക്കിയിരിക്കുകയാണ് കേരള PSCയും കേരള സർക്കാരും. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ രണ്ടാമത്തെ വാർത്തയ്ക്കകത്ത് പറയുന്നത്. മൂന്നാമത്തെ വാർത്ത പറയുന്നത് KASൻ്റെ വിജ്ഞാപനം അനിശ്ചിതത്വത്തിലെന്നാണ്. അപ്പോൾ നമ്മൾ അറിഞ്ഞതാണ് KASൻ്റെ ഒരു എക്സാം നടത്തിയിട്ടുണ്ടായിരുന്നു. അതിൻ്റെ റാങ്ക് ലിസ്റ്റും കേരള PSC പബ്ലിഷ് ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ നിലവിലെ ആ റാങ്ക് ലിസ്റ്റ് അവസാനിക്കാനായിട്ട് ഇനി 1.5 മാസം മാത്രമേ ഉള്ളൂ. പക്ഷേ പുതിയ വിജ്ഞാപനങ്ങളൊന്നും ഇതുവരെ വരുന്നുമില്ല, പുതിയ ഒഴിവുകൾ ഇതുവരെ റിപ്പോർട്ട് ചെയ്യുന്നുമില്ലെന്നാണ് കേരള PSC ചെയർമാൻ പറയുന്നത്. ഒഴിവുകൾ വന്നാൽ ഉടൻ തന്നെ വിജ്ഞാപനം ഉണ്ടാകുമെന്ന് കേരള PSCയുടെ ചെയർമാൻ പറയുന്നുണ്ട്. പക്ഷേ നിലവിൽ ഇപ്പോൾ ഇതിൻ്റെ ആദ്യ വിജ്ഞാപനം വന്നിട്ട് ഇപ്പോൾ നിലവിൽ 2.5 വർഷമാണ് ആയിട്ടുള്ളത്. 2019 നവംബർ 1 ഒന്നാമത്തെ KAS വിജ്ഞാപനം വന്നത്. ഇപ്പോൾ 2022 ആയിട്ടും ഇതുവരെ നിലവിൽ പുതിയ വിജ്ഞാപനങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. കഴിഞ്ഞ PSC ചെയർമാൻ്റെ സമ്മേളനത്തിലും അദ്ദേഹം പ്രസ് മീറ്റിന് കൊടുത്തിട്ടുണ്ടായിരുന്ന കോൺഫറൻസിലും പുള്ളിക്കാരൻ പറഞ്ഞത് ഉടനെ തന്നെ KASൻ്റെ വിജ്ഞാപനം ഉണ്ടാകുമെന്നാണ്. പക്ഷേ നിലവിലിപ്പോൾ പറയുന്നത് ഒഴിവുകൾ വന്നാൽ ഉടൻ തന്നെ വിജ്ഞാപനം നടത്തുമെന്നാണ്. അപ്പോൾ എന്തായാലും ഇതുവരെ ഒന്നും ഒഴിവുകൾ വന്നിട്ടില്ല എന്നും വിജ്ഞാപനങ്ങൾ ഉടനെ തന്നെ ഉണ്ടാകുമെന്നും അല്ലെങ്കിൽ ഉടനെ ഒന്നും കാണത്തില്ല എന്നുമാണ് ഇപ്പോൾ നിലവിൽ നമുക്ക് അറിയാനായിട്ട് കഴിയുന്നത്. എന്തായാലും നമുക്ക് അടുത്തൊരു വാർത്തയിലേക്ക് തന്നെ കിടക്കാം. അടുത്ത വാർത്ത എന്ന് പറയുന്നത് മെയിൻ ലിസ്റ്റിൽ ആളില്ല, കമ്പനി ബോർഡ് LGS ലിസ്റ്റ് അവസാനിക്കുന്നു എന്നാണ് കേട്ടോ. അപ്പോൾ എന്താണ് ഈ ഒരു വാർത്തയ്ക്കകത്ത് പറയുന്നത് നോക്കിയാൽ കമ്പനി അതുപോലെ തന്നെ കമ്പനി ബോർഡ് LGSൻ്റെ ലാസ്റ്റ് ഗ്രേഡ് സർവൻറ്റിൻ്റെ റാങ്ക് ലിസ്റ്റ് അവസാനിക്കുന്നു. മെയിൻ ലിസ്റ്റിൽ ഉൾപ്പെട്ട എല്ലാവർക്കും നിയമന ശുപാർശ നൽകിയ ശേഷമാണ് എന്ത് ചെയ്യുന്നത്, ഈ റാങ്ക് ലിസ്റ്റ് അവസാനിക്കുന്നത്. അങ്ങനെ 3 വർഷ കാലാവധി പൂർത്തിയാകാതെ തന്നെ ലിസ്റ്റ് അവസാനിക്കുന്നു. അപ്പോൾ ഈ ഒരു ലിസ്റ്റിനകത്ത് ഉൾപ്പെട്ട എല്ലാവർക്കും നിലവിലിപ്പോൾ അപ്പോയിൻമെൻറ്റും കാര്യങ്ങളൊക്കെ പോയിട്ടുണ്ട്. ഇതുവരെ നിലവിൽ 2933 പേർക്കാണ് നിയമന ശുപാർശ പോയിട്ടുള്ളത്. അതുപോലെ തന്നെ ഓരോ തസ്തികയിലും എത്രത്തോളം റിപ്പോർട്ട് അല്ലെങ്കിൽ ഒഴിവുകൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് എന്നുള്ള കാര്യവും ഇതിനകത്ത് നമുക്ക് വളരെ വ്യക്തമായിട്ട് തന്നെ കാണാനായിട്ട് കഴിയുന്നതാണ് അല്ലേ. അപ്പോൾ എന്തായാലും നമുക്ക് അടുത്തൊരു വാർത്തയിലേക്ക് പോകാം. അപ്പോൾ നമ്മളെല്ലാവരും വളരെയധികം പ്രതീക്ഷയോടെ കാത്തിരിക്കുന്നതാണ് നമ്മുടെ സിവിൽ പോലീസ് ഓഫീസറിൻ്റെ ഷോർട്ട് ലിസ്റ്റുകൾ. അപ്പോൾ നിലവിലിപ്പോൾ 2 ഷോർട്ട് ലിസ്റ്റുകളാണ് പബ്ലിഷ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഒന്നെന്ന് പറയുന്നത് നമ്മുടെ മലപ്പുറം അല്ലെങ്കിൽ MSPയും പത്തനംതിട്ട അല്ലെങ്കിൽ KAP3യും അല്ലേ. അപ്പോൾ മലപ്പുറത്ത് മെയിൻ ലിസ്റ്റിനകത്ത് ഉൾപ്പെട്ടിട്ടുണ്ടായിരുന്നത് 3509 പേരാണ്. പത്തനംതിട്ടയ്ക്കകത്ത് 2483 പേരാണ് പത്തനംതിട്ട ജില്ലയ്ക്കകത്ത് ഉൾപ്പെട്ടിട്ടുണ്ടായിരുന്നത്. അതുപോലെ തന്നെ മലപ്പുറം ജില്ലയുടെ സപ്ലിമെൻ്ററി ലിസ്റ്റിനകത്ത് 1942 പേരും പത്തനംതിട്ടയുടെ സപ്ലിമെൻ്ററി ലിസ്റ്റിനകത്ത് 1273 പേരും വരുന്നുണ്ട്. അങ്ങനെ ആകെ മൊത്തത്തിൽ മലപ്പുറം ജില്ലയുടെ ലിസ്റ്റ് എന്ന് പറയുന്നത് 5451 പേരടങ്ങുന്ന മെയിൻ ലിസ്റ്റും സപ്ലിമെൻ്ററി ലിസ്റ്റും കൂടി ചേർത്താണ് 5451 പേര്. നമ്മുടെ പത്തനംതിട്ടയിലാണെങ്കിൽ 3756 പേരാണ്. മലപ്പുറം ജില്ലയിലെ കട്ട് ഓഫ് വന്നിട്ടുണ്ടായിരുന്നത് 35.67 ആണ്. പത്തനംതിട്ട ജില്ലയിലെ കട്ട് ഓഫ് വന്നിട്ടുണ്ടായിരുന്നത് 36.67 ആണ് കേട്ടോ. അപ്പോൾ ബാക്കി ജില്ലകളുടെ ലിസ്റ്റും കാര്യങ്ങളൊക്കെ എന്തായാലും ഈ ഒരു ആഴ്ചയ്ക്ക് തന്നെ ഉണ്ടാവുമെന്ന്
തന്നെ വളരെ ശുഭാപ്തി വിശ്വാസത്തോടെ നമ്മൾ പ്രതീക്ഷിക്കുകയാണ്. അപ്പോൾ എന്തായാലും ഉടനെ തന്നെ CPOയുടെ ബാക്കി ലിസ്റ്റുകൾ ഉണ്ടാവുമെന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം. അതുപോലെ തന്നെ അസിസ്റ്റൻറ്റ് ജയിലറിൻ്റെ കട്ട് ഓഫ് -3 മാർക്ക് വന്ന കാര്യം നിങ്ങൾ എല്ലാവരും അറിഞ്ഞു കാണും. അപ്പോൾ ജയിൽ വകുപ്പിൽ അസിസ്റ്റൻറ്റ് ജയിലർ തസ്തികയുടെ കട്ട് ഓഫ് മാർക്ക് -3 വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൽ ആകെ ലിസ്റ്റിലുണ്ടായിരുന്നത് 212 പേരായ ഒരു ലിസ്റ്റിനകത്ത് ഉൾപ്പെട്ടിട്ടുമുണ്ടല്ലേ. അപ്പോൾ ജയിൽ വകുപ്പിൽ നിന്ന് നിശ്ചിത യോഗ്യതയുള്ളവർക്കാണ് എന്ത് ചെയ്യുന്നത്, ഈ ഒരു എക്സിക്യൂട്ടീവ് വിഭാഗം ജീവനക്കാരിൽ നിന്നുള്ള നിയമനമാണിത് കേട്ടോ. അപ്പോൾ സാധാരണ നിയമനമല്ല, ജയിൽ വകുപ്പിനകത്തുണ്ടായിരുന്നവർക്ക് വേണ്ടിയിട്ടുള്ള എക്സാം ആയിരുന്നു കേട്ടോ. അപ്പോൾ നമ്മൾ എല്ലാവരും എഴുതിയ എക്സാം അല്ലായിരുന്നു. അപ്പോൾ ആ ഒരു കാര്യം കൂടി നിങ്ങളൊന്ന് അറിഞ്ഞിരിക്കാൻ വേണ്ടിയാണ് ഈ ഒരു വാർത്ത കൂടി ഇതിനകത്ത് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ എന്തായാലും നമുക്ക് അടുത്ത വാർത്തയിലേക്ക് തന്നെ കിടക്കാം. അടുത്ത വാർത്ത എന്ന് പറയുന്നത് കേരള വാട്ടർ അതോറിറ്റിയുടെ അസിസ്റ്റൻറ്റ് എഞ്ചിനീയർ സിലബസ് പുതുക്കിയിട്ടുണ്ടെന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഇത് നമ്മുടെ തൊഴിൽ വീതി ഒരു റിപ്പോർട്ടായിട്ട് കഴിഞ്ഞ പ്രാവശ്യം കൊടുത്തിട്ടുണ്ടായിരുന്നല്ലേ. കേരള വാട്ടർ അതോറിറ്റിയുടെ അസിസ്റ്റൻറ്റ് എഞ്ചിനീയർ സിലബസിനെതിരെ വലിയ തോതിൽ തന്നെ പരാതി വരുന്നുണ്ട് എന്ന് പറയുന്നു. അങ്ങനെ എന്ത് ചെയ്യുന്നു, കേരള വാട്ടർ അതോറിറ്റിയുടെ അസിസ്റ്റൻറ്റ് എഞ്ചിനീയറിൻ്റെ സിലബസ് പുതുക്കിക്കൊണ്ട് പരീക്ഷ നവംബറിലേക്ക് നിലവിൽ മാറ്റിയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് അടുത്ത വാർത്ത എന്ന് പറയുന്നത് IRBയുടെ കമാൻഡോയുടെ എൻഡുറൻസ് ടെസ്റ്റ് 23-ന് വീണ്ടും നടത്തുന്നു എന്ന് പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ നേരത്തെ പങ്കെടുക്കാൻ കഴിയാതിരുന്നവർക്ക് അവസരം കൊടുത്തുകൊണ്ടാണ് IRBയുടെ കമാൻഡോയുടെ എൻഡുറൻസ് ടെസ്റ്റ് 23-ാം തീയതി വീണ്ടും നടത്താനായിട്ട് പോകുന്നത്. ഓക്കെ, അപ്പോൾ ഇതിനകത്ത് പറയും പോലെ തന്നെ ഓഗസ്റ്റ് 2 വരെ നടത്തിയ എൻഡ്യൂറൻസ് ടെസ്റ്റിൽ പങ്കെടുക്കാൻ കഴിയാതിരുന്നവർക്കാണ് ഓഗസ്റ്റ് 23-ന് വീണ്ടും അവസരം കൊടുക്കുന്നത്. കോവിഡ് പോസിറ്റീവ് ആയതും അതുപോലെ തന്നെ വിവിധ പരീക്ഷകളും ആരോഗ്യ പ്രശ്നങ്ങൾ തുടങ്ങിയ കാരണങ്ങളാൽ എൻഡ്യൂറൻസ് ടെസ്റ്റിൽ പങ്കെടുക്കാൻ ബുദ്ധിമുട്ടുണ്ടായിരുന്നവർക്കാണ് നിലവിൽ ഓഗസ്റ്റ് 23-ാം തീയതി പരീക്ഷ അല്ലെങ്കിൽ ഈ ഒരു എൻഡ്യൂറൻസ് ടെസ്റ്റ് വീണ്ടും നടത്തുന്നത്. ഓക്കെ, അടുത്ത വാർത്ത എന്ന് പറയുന്നത് +2 ലെവലിൻ്റെ 2ാം ഘട്ടത്തിൽ 731 പരീക്ഷാ കേന്ദ്രങ്ങൾ വരുന്നുണ്ട് എന്ന് പറയുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ 2ാം ഘട്ട പരീക്ഷ എഴുതാൻ പോകുന്നത് 1,61,412 പേരാണ് നമ്മുടെ ഈ ഒരു പരീക്ഷ എഴുതുന്നത്. 1ാം ഘട്ടത്തിൽ പരീക്ഷ എഴുതിയത് 67% ആൾക്കാർ മാത്രമാണ് 1ാം ഘട്ടത്തിൽ പരീക്ഷ എഴുതിയിട്ടുണ്ടായിരുന്നത്. ഓക്കെ, കൺഫർമേഷൻ കൊടുത്തിട്ട് പരീക്ഷ എഴുതാതിരിക്കരുത്, PSC പ്രൊഫൈൽ ബ്ലോക്ക് ആവാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ ഇങ്ങനെ എന്നുവെച്ചാൽ 100%-ൽ 67%, 50%, 40% ഒക്കെ പരീക്ഷ വരികയാണെങ്കിൽ അത് കേരള PSCക്ക് നഷ്ടം ഉണ്ടാവുകയും നമ്മുടെ പ്രൊഫൈൽ കുറച്ച് കാലത്തേക്കെങ്കിലും ഓപ്പൺ ആക്കാൻ പറ്റാത്തൊരു സിറ്റുവേഷനും ഉണ്ടാകാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. റിസ്ക് എടുക്കരുത്, പരീക്ഷ എഴുതും എന്ന് ഉറപ്പുള്ളവർ മാത്രം എന്ത് ചെയ്യുക, കൺഫർമേഷൻ കൊടുക്കുക കേട്ടോ. അപ്പോൾ എന്തായാലും ഓഗസ്റ്റ് 27-ന് നടക്കുന്ന +2 ലെവലിൻ്റെ 2ാം ഘട്ട പരീക്ഷയ്ക്ക് PSC തയ്യാറായിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ 731 പരീക്ഷാ കേന്ദ്രങ്ങളാണ് നമുക്ക് നിലവിലുള്ളത്. എല്ലാ ജില്ലയിലും പരീക്ഷാ കേന്ദ്രങ്ങളുണ്ട്. ഏറ്റവും കൂടുതലുള്ളത് തിരുവനന്തപുരത്താണ്. 135 കേന്ദ്രങ്ങളാണ് തിരുവനന്തപുരത്തുള്ളത്. അങ്ങനെ 1,61,412 പേരാണ് പരീക്ഷ എഴുതുന്നത് എന്ന് പറയുന്നുണ്ട്. അതുപോലെ തന്നെ 1ാം ഘട്ട പരീക്ഷയും 2ാം ഘട്ട പരീക്ഷ എഴുതാൻ കഴിയാത്തവർക്ക് നമുക്ക് 3ാം ഘട്ട പരീക്ഷയിലേക്ക് നിങ്ങൾക്ക് പരീക്ഷ എഴുതാനായിട്ട് കഴിയും. അതിന് വേണ്ടിയിട്ടും നിലവിലിപ്പോൾ കേരള PSC ഒരു നോട്ടിഫിക്കേഷൻ കൊണ്ടുവന്നിട്ടുണ്ട്. നമ്മുടെ ആരോഗ്യ പ്രശ്നങ്ങൾ കാരണമോ അല്ലെങ്കിൽ ഈ ഒരു പ്രഗ്നൻ്റ് ആയവർക്കോ അല്ലാന്നുണ്ടെങ്കിൽ നമ്മുടെ യൂണിവേഴ്സിറ്റി എക്സാംസ് എന്തെങ്കിലുമൊക്കെ ഉള്ളവർക്കോ ഒക്കെ നമുക്ക് 3ാമത്തെ ഫേസിലേക്ക് പരീക്ഷ എഴുതാനായിട്ട് നിങ്ങളുടെ ഹാൾ ടിക്കറ്റും കാര്യങ്ങളൊക്കെ വെച്ചുകൊണ്ട് കേരള PSC ഓഫീസിൽ നേരിട്ട് ചെല്ലുക, അവിടെ ചെന്നൊരു ആപ്ലിക്കേഷൻ കൊടുക്കാമെന്ന് കേരള PSC ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ കാര്യങ്ങൾ ഉണ്ടെങ്കിൽ ആ കാര്യങ്ങൾ കൂടി ഒന്ന് ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ 43 തസ്തികകളിലേക്ക് കേരള PSCയുടെ പുതിയ വിജ്ഞാപനങ്ങൾ വരുന്നുണ്ട് എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഏതൊക്കെയാണ് തസ്തികകൾ എന്നുള്ള കാര്യം ഞാൻ ഇതിനകത്ത് പറയുന്നില്ല. ആ ഡീറ്റെയിൽസ് ഞാൻ നമ്മുടെ ടെലഗ്രാം ഗ്രൂപ്പിൽ അപ്ലോഡ് ചെയ്തേക്കാം. അപ്പോൾ ടെലഗ്രാം ഗ്രൂപ്പിലേക്ക് ജോയിൻ ചെയ്യാനായിട്ട് നിങ്ങൾ ചെയ്യേണ്ടത് ഇത്ര മാത്രമേ ഉള്ളൂ. ഈ ഒരു വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ ടെലഗ്രാം ഗ്രൂപ്പിൻ്റെ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. ആ ലിങ്ക് മുഖാന്തരം നിങ്ങൾക്ക് ഗ്രൂപ്പിലേക്ക് ജോയിൻ ചെയ്യാം. അതുപോലെ തന്നെ എന്തെങ്കിലും സംശയമുള്ളവരാണെങ്കിൽ നിങ്ങൾക്ക് എനിക്ക് ഡയറക്റ്റ് മെസ്സേജ് ചെയ്യാനായിട്ട് ഇൻസ്റ്റാഗ്രാമിൽ മെസ്സേജ് അയച്ചാൽ മാത്രം മതി. ഞാൻ കുറച്ച് താമസിച്ചിട്ടായാലും നിങ്ങൾക്ക് റിപ്ലൈ തരുന്നതായിരിക്കും. അപ്പോൾ എന്തായാലും അതിലേക്കുള്ള ലിങ്ക് ഞാൻ എന്ത് ചെയ്യാം, കമൻറ്റ് ബോക്സിൽ പിൻ ചെയ്തേക്കാം. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു തൊഴിൽവീതിക്കകത്ത് വന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ എന്തായാലും പുതിയൊരു വീഡിയോയും ക്ലാസ്സും അതുപോലെ തന്നെ അപ്ഡേറ്റുകളൊക്കെ ആയിട്ട് നമുക്ക് ഉടനെ തന്നെ കാണാം. അതുവരേക്കും എല്ലാവർക്കും ബൈ ബൈ, ഗുഡ് ബൈ, ടേക്ക് കെയർ.